2 മാസമായിട്ട് മെഡിക്കൽ ലീവൊക്കെ ആണെന്ന് പറഞ്ഞാൽ നാട്ടിലൊന്നും വരാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് വരാതിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്റ്റിക്കൊക്കെ വെച്ച് നടക്കാൻ പറ്റുന്ന അവസ്ഥയായതുകൊണ്ട് ഒരു 20 ദിവസത്തെ ലീവൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ലീവ് കിട്ടിയപ്പോൾ തന്നെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. ഡയറക്റ്റ് ട്രെയിനിലൊന്നും ടിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തൽക്കാലം എടുത്തിട്ടാണ് 3 ട്രെയിനിൽ കയറിയിട്ടാണ് വരുന്നത്. അങ്ങനെ വെളുപ്പിനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ രാത്രിയിൽ റെഡിയാക്കി വെച്ചതുകൊണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് തൃച്ചിയിലെത്തി അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ അടുത്ത ട്രെയിൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ വണ്ടിയൊക്കെ എത്തി. ഈ ഒരു ഒറ്റ ട്രെയിൻ മാത്രം വിഴുപ്പുറത്ത് സ്റ്റോപ്പിംഗ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് തൃച്ചി വന്ന് കയറേണ്ടി വന്നത്. ഇതിന് ഒരു 2 മണിക്കൂർ കൊണ്ട് മധുര എത്തും. മധുര എത്തിയാലും അവിടുന്ന് 3:45 അടുത്ത അമൃത എക്സ്പ്രസ്. അതുവരെ അവിടെ വെയിറ്റ് ചെയ്യണം. നടക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നെങ്കിൽ അവിടെ ചുറ്റിക്കറങ്ങാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് പറയാൻ, അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഇതൊക്കെ ഇട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ഒക്കെയാണ്, അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കിനും എന്തായാലും ഒരു ചെറിയൊരു മയക്കമൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും എത്തി. അവിടെ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത ട്രെയിനിൽ കയറി കേട്ടോ. ഉച്ചയ്ക്കത്തെ ഫുഡ് അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോഴാണ് കഴിച്ചത്. നല്ല ഊണൊക്കെ ആയിരുന്നു കേട്ടോ. ഒത്തിരി ചോറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു, പിന്നെ കാരക്കുഴമ്പുണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു. പുളിശ്ശേരി അല്ല, പച്ചമോര്. പിന്നെ പായസം സഹിതം ഉണ്ടായിരുന്നു കേട്ടോ. പായസം ഇത്ര നല്ല ടേസ്റ്റി ആയിട്ട് ഞാനിങ്ങനെ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വെന്തങ്ങ് ഇതായിട്ട് പോയിട്ടൊന്നുമില്ല. ഇങ്ങനെ വെന്ത് പോവുകയാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ നല്ല സൂപ്പർ ഒരു പായസമൊക്കെ ആയിരുന്നു. അതൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി 2 പേര് ഉറക്കം ഒളിച്ചിരിപ്പുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വണ്ടിയിൽ കയറിയിട്ട് ഈ ഒരു പേരയ്ക്ക് കഴിക്കുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല ടയേർഡായിരുന്നു. 3:45 ആയപ്പോൾ വെളുപ്പിന് എണീറ്റതാട്ടോ. അങ്ങനെ പഞ്ചാരിക്കുട്ടനും ജില്ലൂട്ടനും ഒക്കെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ഷോട്ട്സിൽ കാണാം.